UDF സർക്കാർ ബജറ്റിൽ പാലക്കാട് ജില്ലയെ പൂർണ്ണമായും അവഗണിച്ചെന്നാരോപിച്ച് BJPയുടെ കളക്ടറേറ്റ് മാർച്ച്. നെല്ലിന് സംഭരണ വില വർദ്ധിപ്പിക്കാത്തതടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു മാർച്ച്. മലപ്പുറം ജില്ലയോട് പ്രത്യേക സ്നേഹം കാണിച്ച UDF സർക്കാർ പാലക്കാട് ജില്ലയെ വഞ്ചിച്ചുവെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത BJP സംസ്ഥാന ഉപാധ്യക്ഷൻ C. കൃഷ്ണകുമാർ പറഞ്ഞു. ബജറ്റിൽ പാലക്കാട് ജില്ലയെ കാണാനില്ല എന്ന ബോർഡുകളുമായാണ് BJP കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. കളക്ടറേറ്റിന്റെ പ്രധാന കവാടത്തിൽ പോലീസ് മാർച്ച് തടഞ്ഞു. ഇതോടെ ബജറ്റിന്റെ കോപ്പി കളക്ടറേറ്റിന് മുന്നിൽ BJP പ്രവർത്തകർ കത്തിച്ചു. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ C. കൃഷ്ണകുമാർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. പാലക്കാടൻ ജനതയെ കോൺഗ്രസ് വഞ്ചിച്ചു എന്നും പ്രത്യേകിച്ച് ഒരു പദ്ധതിയും ജില്ലയ്ക്കായി ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു. ബഡ്ജറ്റ് കഴിഞ്ഞപ്പോൾ തോന്നിയത് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ പാലക്കാട് പണ്ട് കാലത്ത് മദ്രാസി സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. ഇപ്പോഴും അതേ മാനസികാവസ്ഥയിലാണ്. പാലക്കാട് മദ്രാസി സംസ്ഥാനത്തിന്റെ ഭാഗമാണോ എന്ന് മുഖ്യമന്ത്രി ചിന്തിച്ചതുകൊണ്ടാണോ പാലക്കാടിനെ അവഗണിച്ചതെന്ന് തോന്നുന്നു. മുഖ്യമന്ത്രിക്ക് പാലക്കാട് എന്നുള്ളൊരു വാക്ക് പറയാൻ പോലും ബഡ്ജറ്റിലെ പ്രസംഗത്തില് സാധിച്ചിട്ടില്ല. കാരണം അത്രയേറെ അവഗണനയാണ് പാലക്കാടിനോട് ഈ ബഡ്ജറ്റിൽ ചെയ്തിട്ടുള്ളത്. കടുത്ത അവഗണനയാണ് ജില്ലയോട് കാണിച്ചതെന്ന് BJP ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനും ആരോപിച്ചു. പാലക്കാട് ജില്ലയിൽ നിന്ന് 2 മന്ത്രിമാരുണ്ടായിട്ട് പോലും പാലക്കാട് ജില്ലയിലെ അടിസ്ഥാന ആവശ്യങ്ങളെ പോലും ഉൾപ്പെടുത്താതെ ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന നെൽകർഷകരെ അവഗണിച്ചുകൊണ്ട് നെൽകർഷകർക്ക് വേണ്ടി യാതൊരുവിധ തരത്തിലുള്ള പദ്ധതികളും ഇന്നലത്തെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ജില്ലയ്ക്ക് വേണ്ടത് നേടിയെടുക്കാൻ BJP പ്രതിഷേധങ്ങൾ തുടരുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ജനം, പാലക്കാട്.